നമസ്കാരം. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം SSCയുടെ നിന്ന് ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. ആ നോട്ടീസിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് SSCയുടെ അതിൻ്റെ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു. കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ സെലക്ഷൻ ബോർഡിൻ്റെ എക്സാം സെൻറ്ററും ഡേറ്റും വന്ന സമയം തൊട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയെന്ന് പറയാം. എക്സാം സെൻറ്റർ വന്ന സമയത്ത് പല ഉദ്യോഗാർത്ഥികൾക്കും പുറത്തുള്ള ജില്ലകളിൽ ചിലർക്ക് പുറത്തെ സ്റ്റേറ്റ് തന്നെ എക്സാം സെൻ്ററായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ദൂരം യാത്ര ചെയ്ത് എക്സാം എഴുതേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സാം സെൻറ്റേഴ്സ് പലതും പുതിയതായിരുന്നു. അവിടെ എക്സാം എഴുതാനായിട്ട് ചെന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്ററൊക്കെ പുതിയതായതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉദ്യോഗാർത്ഥികൾ നേരിടേണ്ടതായിട്ട് വന്നു. പലയിടത്തും മൗസ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, പലർക്കും മോണിറ്ററിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃത്യസമയം നെറ്റ് സ്ലോ ആയിരുന്നു, ബഫറിങ് ഉണ്ടായിരുന്നു, മൗസ് വിചാരിച്ചതുപോലെ അനങ്ങുന്നില്ലായിരുന്നു, ക്വസ്റ്റ്യൻ പകുതി മാത്രം വിസിബിൾ ആയിട്ടുള്ളതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ചോദിച്ചതുണ്ടായിരുന്നു, ക്വസ്റ്റ്യനിൽ കറക്ഷൻസ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉദ്യോഗാർത്ഥികൾ നേരിടുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ തുടങ്ങിയത് എക്സാം വെണ്ടറിനെ മാറ്റിയതിന് ശേഷമാണ്. മുമ്പ് TCS ആയിരുന്നു എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അവരുടെ കയ്യിൽ നിന്നിട്ട് എക്സാം വെണ്ടറിനെ മാറ്റിയിട്ട് എഡ്യൂക്കിറ്റി എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു വെണ്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ നടത്തിയ ആദ്യത്തെ എക്സാമാണ് ഈ സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം മാറ്റിയപ്പോൾ ഉണ്ടായ കൺഫ്യൂഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് വിദ്യാർത്ഥികൾ നേരിടേണ്ടതായിട്ട് വന്നത്. ഓക്കെ, അപ്പം അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും കാണുന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് സമരം ചെയ്യുകയും അതുപോലെ തന്നെ മെയിൽ അയക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം SSC ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. അപ്പം ആ നോട്ടീസാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നോട്ടീസിലേക്ക് പോകുമ്പോഴത്തേക്കും അവർ അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് സെലക്ഷൻ ബോർഡിൻ്റെ എക്സാം നടന്ന കാര്യം അവർ പറയുന്നുണ്ട്. സെലക്ഷൻ ബോർഡിൻ്റെ എക്സാം 24 ജൂലൈ തൊട്ട് 1 ഓഗസ്റ്റ് വരെ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 11.5 ലക്ഷം ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എങ്കിലും ഒരു 5,50,000 ആൾക്കാർ മാത്രമേ കാൻഡിഡേറ്റ്സ് മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ കുറേ പേർക്കും എക്സാം എഴുതിയിട്ടില്ല അല്ലെങ്കിൽ എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പം പോകാത്തതാവും, ചിലപ്പോൾ എക്സാം സെൻറ്റർ ദൂരെ ആയതുകൊണ്ടുള്ള പ്രശ്നമാകാം. എന്തോ ആയിക്കോട്ടെ, ഏതായാലും ഇത്രയും പേര് എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇതിൽ ഒരു 8,000-ഓളം കാൻഡിഡേറ്റ്സിന് ഓഗസ്റ്റ് 2-ാം തീയതി റീ എക്സാം എഴുതാനായിട്ട് ഒരിക്കൽ കൂടെ എക്സാം എഴുതാനായിട്ട് SSC അവസരം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാക്കി പ്രശ്നമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബാക്കി പ്രശ്നമുള്ള ഒരു 55,000 കാൻഡിഡേറ്റ്സിൻ്റെ കാര്യത്തിൽ അവർ ഒരു ഡേറ്റും കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മാസം 29-ാം തീയതി ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ചയാണ് ഒരു റീടെസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് 55 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവർക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു അവസരം കൂടെ നിലയ്ക്ക് അവർക്ക് കൊടുക്കുകയാണ്. അവരെന്ത് ചെയ്യണം, അവർ ഈ ഒരു ഡേറ്റിൽ എക്സാം എഴുതണം. ആരൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ അവരുടെ പ്രൊഫൈൽ എന്തുണ്ടാവും, മെയിൽ വരും, രജിസ്റ്റർ നമ്പരും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ മെയിലിൽ വരും എന്നാണ് SSC അറിയിച്ചിരിക്കുന്നത്. രജിസ്റ്റേർഡ് ഇമെയിൽ ID-യിലേക്ക് മെയിൽ അയക്കാം എന്നാണ് SSC അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ നമ്പേഴ്സിലും മെസ്സേജും വരുമായിരിക്കും എന്നാണ് SSC പറയുന്നത്. അപ്പം ഈ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യണം, ഈ ഡേറ്റിൽ പോയിട്ട് അവർ പറഞ്ഞ സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നിയറസ്റ്റ് സെൻറ്റർ തന്നെ കൊടുക്കും എന്നൊക്കെയാണ് SSC നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഉറപ്പൊന്നുമില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ഡേറ്റിൽ അവർ പോയിട്ട് എക്സാം അറ്റൻഡ് ആയിട്ട് വരും. അവർ മുമ്പ് എഴുതിയ എക്സാം ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആവുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ക്യാൻസൽ ചെയ്യുമോ അതോ ഒരിക്കൽ കൂടെ എക്സാം നടത്തുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ. അവർ പറയുന്നത് പ്രകാരം ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം, ഈ 29 ഓഗസ്റ്റിലുള്ള എക്സാം കഴിഞ്ഞതിന് ശേഷം അവരത് കൺസിഡർ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാൻസൽ ചെയ്യുന്ന കാര്യമൊക്കെ കൺസിഡർ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കങ്ങനെ അവരത് ക്യാൻസൽ ചെയ്തിട്ട് ഒരിക്കൽ കൂടെ നേരെ ആ രീതിയിൽ എക്സാം നടത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിനുള്ള ചാൻസസ് വളരെ കുറവാണ്. മിക്കവാറും ഈ ഇപ്പം നടന്ന എക്സാംസ് വെച്ച് തന്നെ അവരെന്ത് ചെയ്യും, ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, നടക്കട്ടെ, ക്യാൻസൽ ചെയ്യട്ടെ, ഒന്നും കൂടെ എക്സാം നടത്തട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, പക്ഷേ എന്നാലും ഇതിലാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതിനെപ്പറ്റി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. 2025 CGL-ൻ്റെ ഡേറ്റ് നമുക്ക് ഈ മാസം 13-ാം തീയതി ഓഗസ്റ്റ് 13-ാം തീയതി തുടങ്ങാനിരുന്ന CGL സെപ്റ്റംബർ ആദ്യത്തെ വീക്കിലേക്ക്, ഫസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ 2025 എന്ത് ചെയ്തിട്ടുണ്ട്, ഡേറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മാസത്തോളം സമയം എന്ത് ചെയ്തിട്ടുണ്ട്, അവർ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം CGL-ൻ്റെ എക്സാം മാറ്റുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമ്മൾ കലണ്ടറിൻ്റെ ഡേറ്റ് നോക്കിയ അതേ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് എക്സാം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെലക്ഷൻ പോസ്റ്റിന് എക്സാം കഴിയുന്നു, തുടങ്ങി CGL തുടങ്ങി അതിൻ്റെ അടുത്തായിട്ട് MTS-ഉം CHSL-ഉം സെലക്ഷൻ പോസ്റ്റും
CHSലും CPOയുടെ ഒക്കെ എക്സാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോഴത്തേക്കും CGL മാറ്റുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അത് കഴിഞ്ഞിട്ടുള്ള എക്സാംസ് പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യും, പുറകിലേക്ക് തള്ളിപ്പോകും. അപ്പോൾ അവരതിൻ്റെ പുതിയ കലണ്ടർ എക്സാം കലണ്ടർ സബ്സിക്വന്റ് എക്സാം വിൽ ബി സൂൺ പോസ്റ്റ് ഓൺ ദി വെബ്സൈറ്റ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നുണ്ട്. അവരതിൻ്റെ പുതിയ ഷെഡ്യൂളിലെ കലണ്ടർ പുതിയ വെബ്സൈറ്റിൽ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കലണ്ടർ വന്നതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി എന്താണ് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അവർ സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാം ഈ 55,000 പേർക്ക് 29-ാം തീയതി ഒരു ഡേറ്റും കൂടെ കൊടുക്കും. അവർക്ക് അതിൻ്റെ ഹോൾ ടിക്കറ്റ് 26-ാം തീയതി ഡൗൺലോഡ് ചെയ്യാം. ഈ പ്രശ്നമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഡേറ്റ് കൊടുക്കുന്നത്. ആരെയൊക്കെയാണ് അവർ പരിഗണിച്ചിട്ടുള്ളത് എന്നുള്ളത് അവരുടെ മെയിലും ഫോൺ നമ്പറിലൊക്കെ മെസ്സേജ് വരുമ്പോൾ മാത്രമേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, പോയി എക്സാം എഴുതുക. പഴയ അവർ എക്സാം എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതങ്ങ് ക്യാൻസൽ ആവുകയും ചെയ്യും. അതിന് അനുബന്ധിച്ച് ഈ CGL എക്സാം 13-ാം തീയതി തുടങ്ങാതിരുന്ന CGL എക്സാം അടുത്ത മാസം സെപ്റ്റംബറിലേക്ക് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു അവസരമായിട്ട് വേണം കാണാനായിട്ട്. ഓക്കെ, നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു മാസം സമയം നീട്ടി കിട്ടിയത് ഒരു അവസരമായിട്ട്, ഒരു അനുഗ്രഹമായിട്ട് കാണുക. എന്നിട്ട് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷൻ കുറെ കൂടെ കാര്യമാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച നടക്കാനിരുന്നതാണ്. ഇത്രയും സമയം നമുക്ക് കിട്ടി നല്ലതായിട്ട് കരുതുക. പിന്നെ ഒരു കാര്യം അതിൽ പറയുന്നുള്ളത്, ഈ